അധികം 100ാമത്തത് കുവൈറ്റിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് അടുത്ത മാസം. ഇവിടേക്കുള്ള വിവിധ വേക്കൻസികളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ചില ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ണൂരിൽ പയ്യന്നൂരിൽ ഒരു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. ഇത് അറിയപ്പെട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 7500 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഈ ഗ്രൂപ്പിൽ ഒരു 80% ആളുകൾ കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ റിക്രൂട്ട്മെന്റ് കേരളത്തിന്റെ പല ഭാഗങ്ങൾ നടത്താറുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ കണ്ണൂർ ഭാഗത്ത് കോളേജുമായി സഹകരിച്ചുകൊണ്ട് അവിടുത്തെ അലുമിനാസും അതേപോലെ ഈ നാട്ടിലുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വലിയ മെഗാ ജോബ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നത്. സാധാരണ നമുക്കറിയാം ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ചില ആശങ്കകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കമ്പനി നേരിട്ട് തന്നെ റിക്രൂട്ട്മെന്റ് നടത്തുകയും ഇതിൽ വിസ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫ്രീ ആയിക്കൊണ്ട് വേറെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തികച്ചും ഫ്രീ ആയിട്ടാണ് കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പറഞ്ഞയക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം, സൗത്ത് ഇന്ത്യൻ കേരള ബേസായിട്ടുള്ള ഭക്ഷണവും താമസ സൗകര്യവും അവരുടെ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പനിയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുവരെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം അവരുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ പങ്കെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ തന്നെ അലൂമിനാസിനും അതേപോലെ ഈ വർഷം ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും കൂടിയാണ് ഉദ്ദേശിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ സംശയങ്ങളുണ്ടെങ്കിൽ തീർക്കുകയും ചെയ്യാം. ഓക്കെ, പറഞ്ഞു. ഗ്രൂപ്പിൻ്റെ HR വരെയുള്ള ഭാരവാഹികൾ, പ്രിയപ്പെട്ടവർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സബ്സിഡി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കോളേജിൻ്റെ നിലവിലുള്ള പാഠ്യ പദ്ധതിയിൽ തന്നെ ഇത്തരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജോലി ലഭിക്കാനുള്ള പുതിയ വിദ്യാഭ്യാസ രീതിയുടെ 4 വർഷ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ സർക്കാരും മാനേജ്മെന്റും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി ലഭിക്കാൻ വേണ്ടുന്ന സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു 4 വർഷ ഡിഗ്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം കോളേജിൽ വ്യത്യസ്ത തലത്തിൽ നിന്നുകൊണ്ടുള്ള സ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ ഓരോ പ്രത്യേക ജോലികൾക്കും ഇത്തരം കമ്പനികൾ നമ്മുടെ കോളേജിനെ സമീപിക്കുമ്പോഴും അവർക്ക് വ്യത്യസ്ത രീതിയിലുള്ള സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം